നമ്മുടെ ചങ്ങായി ഒരുത്തർ അടിക്കണം. കത്തി ഒളിപ്പിക്കണം. ആ സാറേ, വാ സാറേ. മുരുക, എന്താ പെട്ടെന്നൊരു വരവ്? കാശൊക്കെ ഞാൻ കൊടുത്തു വിട്ടതാണല്ലോ. എന്റെ മകനാ. അടുത്തൊരുത്തം നിക്കുന്നില്ലേ അരിച്ചാക്ക പോലെ, അവൻ എന്റെ മകനാ. സ്റ്റേഷനിലേക്ക് ചോറ് കൊണ്ടുവന്നു, ചെലവിന് കാശ് ചോദിച്ചു, ഞാനില്ല. സ്റ്റേഷനിലുണ്ടായ കഞ്ചാവ് കൊതി ഇവൻ അടിച്ചു മാറ്റി കളഞ്ഞു. ഞങ്ങൾക്കാണെങ്കിൽ ഇന്ന് അക്യൂസിനെ കോടതിയിൽ ഹാജരാക്കണം. കയ്യിൽ കഞ്ചാവും ഇല്ല. ഞങ്ങളുടെ 3 പേര് തൊപ്പി തെറിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുക. ആരാടാ ഇവന്റെ അടുത്ത് നിന്ന് കഞ്ചാവ് വാങ്ങിയത്? ആളാരാന്നറിയത് ഓരോന്ന് ചെയ്താലുണ്ടല്ലോ. ഇങ്ങ് താടാ. ഇന്നാ സാറേ, ഇതെല്ലാം നിങ്ങൾ ഷെയർ ചെയ്തെടുത്തു. വിഷം കൊടുത്ത് കൊല്ലേണ്ടി വരും. നിങ്ങൾ പോയിക്കോ, ഇവരെ ഞാൻ കൊടുത്തോളാം. നിന്റെയൊക്കെ അച്ഛന്മാരെ പോലെയുള്ള നല്ല പോലീസുകാരുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു. എല്ലാം നമ്മുടെ പിള്ളേരാ. എന്താടാ വാക്കുത്തിയൊക്കെ ക്ലീൻ ചെയ്ത് തണുപ്പിക്കണോ? ഇവൻ തൃശ്ശൂർ മർഡർ ചെയ്തവനാ. ഇവൻ കോടതി വാതിക്ക് വെച്ചൊരുത്തിനെ വെട്ടിയതാ. ഇത് അവനല്ലേ? അവൻ കോട്ടയത്ത് വെച്ചൊരുത്തിനെ വെട്ടിയതാ. എന്തോന്നാടാ ഇതിന് മൂർച്ചയില്ലല്ലോ. അല്ലണ്ണ, ഇതെന്താ തുരുമ്പ് പിടിച്ച് കിടക്കുന്നേ? എടാ, ആ തുരുമ്പ് പിടിച്ചൊക്കെ എടുത്ത് കളയടാ. എന്നിട്ട് പുതിയ തിരക്ക്. 4 തവണ പോയിട്ട് ഒന്നും നടന്നില്ല. ഇവനൊക്കെ നമ്മുടെ നാടിനെ വിറപ്പിക്കുന്നവരാ. എടാ ശ്രദ്ധിച്ചു വേണേ, കുലദൈവങ്ങൾക്ക് ദേഷ്യമുണ്ടാക്കല്ലേ. ഇവരൊക്കെ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് ഈസി ആയിട്ട് പോയി കഴുത്തറത്തോട്ട് വരും. ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനല്ലേ ലോകം വിശ്വസിക്കോ. അതുകൊണ്ടാ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് ഇന്റർവ്യൂ വെച്ചെടുത്തോണ്ടിരിക്കുന്നത്. എടാ 1 കിലോ 300 പാക്കറ്റിലാക്കടാ. എന്താ ചേട്ടാ ഇതൊക്കെ പബ്ലിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണോ? ഇത് നമ്മുടെ സ്ഥലമാ. ഇവിടെയുള്ള ഓരോ വീട്ടിലും നമ്മുടെ ആൾക്കാരാ. ഞാനറിയാതെ ഒരു ഈച്ച പോലും ഇവിടെ അനങ്ങില്ല. ഡെയിലി 200-300 പേർക്ക് വേണ്ടി ഇവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് കഴിച്ചാലല്ല അനിയ വെട്ടി വീഴ്ത്താൻ പറ്റൂ. ഇതല്ലേ നമ്മുടെ തൊഴില്. സർ, അമൃത എന്നൊരു ലേഡി നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നു. അവരോട് അകത്ത് വരാൻ പറ. ഓക്കെ സർ. നിങ്ങൾ കോട്ട് ചെയ്ത് കണ്ടോണ്ടല്ല ഞങ്ങൾ ഈ ചാൻസ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളൊരു വളരെ ഹൈ റെക്കമെൻഡേഷനോടെ വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എന്റെ സ്വന്തം റിസ്കിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുന്നത്. താങ്ക് യു വെരി മച്ച് സർ. ഏതെങ്കിലും ടോപ്പ് ലെവൽ സെലിബ്രിറ്റി അല്ലെങ്കിൽ പീക്കിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ഹീറോയിൻ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഈ ഇവന്റ് ഞാൻ വിചാരിക്കണ പോലെ സക്സസ്ഫുൾ ആവുന്നതാണ് എന്റെ വിശ്വാസം. ഈ ഇവന്റ് നിങ്ങൾ കരുതുന്ന പോലെ തന്നെ സക്സസ്ഫുൾ ആക്കി തരാം സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓ, ഇത്രയും ഫിഗേഴ്സിനെ കണ്ട് എത്ര നാളായി. ഹായ്. ഹായ്. താങ്ക്സ്. ഒരെണ്ണെങ്കിലും വീണാ മതിയായിരുന്നു. കഴിക്കാൻ എന്താ വേണ്ടത്? പിന്നെ എന്ത് ഓർഡർ ചെയ്താലും ഞാൻ കഴിക്കാട്ടോ. എടാ ഒന്നും മിണ്ടാതിരിക്കെ. എന്താ കാര്യം? ഉടൻ തന്നെ വരാൻ പറഞ്ഞല്ലോ. എനിക്കൊരു ഇവന്റ് കിട്ടിയിട്ടുണ്ട്. ആണോ? സെലിബ്രിറ്റി വേണമെന്നാ ചോദിക്കുന്നേ. നിങ്ങൾക്ക് ആരെങ്കിലും അറിയുമെങ്കിൽ. ഇത്രേ ഉള്ള കാര്യം. എനിക്ക് നയൻതാര മുതൽ നസ്രിയ വരെ, അസിൻ മുതൽ കാവ്യമാധവൻ വരെ എല്ലാരും എനിക്ക് അറിയാവുന്നേ. അവർക്ക് നിങ്ങളെ അറിയാമോ? ചോദിക്കുന്ന കേട്ടില്ലേ? ആരെ വിളിക്കണമെന്ന് പറഞ്ഞാ മതി. അതൊക്കെ നിങ്ങളുടെ ചോയ്സാ. ഏതെങ്കിലും ഒരു നല്ല ഹീറോയിനെ കൊണ്ടുവന്നാ മതി. നല്ല ഹീറോയിനെ വിളിച്ചോണ്ട് വരാം. പ്രോഗ്രാം സക്സസ് ആയിരിക്കും. പിന്നെ മാത്രമല്ല നമ്മള് ബിസിനസ് പാർട്ട്നേഴ്സ് ആണല്ലോ. നിങ്ങൾ വിഷമിക്കണ്ട. എന്നാ പിന്നെ ഞാൻ വരട്ടെ. ഓക്കെ. എന്താണ് നീ തന്നെ ചിരിച്ചോണ്ടിരിക്കണേ? കാര്യം പറയണ ഞങ്ങളും ചിരിക്കില്ലേ? എന്താ അളിയ, നടന്ന കാര്യം ഞാൻ പറയട്ടെ. മിണ്ടാതിരിയടാ. രാവിലെ കോഫി ഷോപ്പില് ഇവൻ ഭയങ്കര തള്ളായിരുന്നു. അതെങ്ങനെയല്ലേ നീ ഇവരൊക്കെ പരിചയപ്പെട്ടെ? നയൻതാരയെ അറിയാം, അസിനെ അറിയാം, കാവ്യമാധവനെ അറിയാം, മേനകനെ അറിയാം, ദീപിക പതുക്കെ അറിയാം. എങ്ങനെയാണ് അളി ഇതൊക്കെ? പിന്നെ അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി എന്തെങ്കിലും ചോദിച്ചാൽ വേണ്ടെന്ന് പറയാൻ പറ്റില്ല. വേണ്ടായിരുന്നു. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു ഹീറോയിനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയേ പറ്റൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ലൊക്കേഷനിൽ പോയി ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകേണ്ടി വരും. തീരുമാനിച്ചു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയില്ലേ.
ചേട്ടാ 3 കൊലപാതകത്തിന്റെ കാശ് വാങ്ങിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കി 3ആയിട്ട് തിരിച്ച് നല്ല ആളുകളെ ഇറക്കിയേക്ക്. ശരി ചേട്ടാ. എടാ പീറ്ററെ, ആ നടിയെ പൊക്കിക്കൊണ്ടുപോകും. മന്ത്രിയുടെ കൊലപാതകത്തിൽ തെളിവുണ്ടാവാൻ പാടില്ല, മനസ്സിലായോ? ചേട്ടാ, ഇവര് കോളേജ് കുട്ടികളാ. ഇത് ഇടുക്കിയിലെ MLA യുടെ മകനാ, ഇത് നമ്മുടെ മന്ത്രിയുടെ മകനാ. നമസ്കാരം, സർ. ഇവളാണ് എന്റെ സെക്രട്ടറി. അച്ഛനൊക്കെ നമസ്കാരം, ഒരുപാട് സർ. നാളായി. ഈ പ്രായത്തിൽ തന്നെ തുടങ്ങിയ മോനെ. ദാ ഇതല്ലേടാ നമ്മുടെ ബലൂൺകാരൻ. എന്താ ഇവിടെ കാര്യം? കർണേട്ടൻ ഒന്ന് കാണാൻ എനിക്ക്. ചേട്ടാ, ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ ചേട്ടൻ വന്നാലും നടക്കും. ശരി ചേട്ടാ, അവന്റെ കൂടെ നമ്മുടെ പിള്ളേരെ അയച്ചേക്ക്. ഞാൻ നോക്കിക്കോളാം. എന്താ നോക്കണേ? നിങ്ങൾ ഇനിയും പോയില്ലേ? ബൈ, ഇതാണ് ഞാൻ പറഞ്ഞ ബലൂൺകാരൻ. കടപ്പുറത്ത് ബലൂൺ കടയിട്ടിരിക്കുന്നെ. കടക്കാരനോ? നമ്മുടെ ബോസിനെ കാണണമെന്ന്. അത് നീയായിരുന്നു. അതെ ബൈ. ബീച്ചിൽ കടയിട്ടാ ഞങ്ങൾക്ക് കാശ് തരണം എന്നറിഞ്ഞൂടെ? അറിയില്ല. അറിയില്ലെങ്കിൽ അറിയണം. നിന്റെ നാടേതാടാ? തിരുവിലാമല. തിരുവല്ലമലയാ? വിജയനെ അറിയോ? അറിയാന്ന് പറഞ്ഞിരുന്നു. ഇവന്റെ കോപ്പ ഞാൻ കഴിച്ചനെ. 2 വർഷം മുമ്പേ നമ്മൾ ബസ് സ്റ്റാൻഡിൽ വെച്ച് തട്ടിയവനെ. ഏടാ സൂക്ഷിച്ചോണം, എവിടുന്ന പെട്ടെന്ന് പണി കിട്ടാന്നറിയില്ല. തിരുവല്ലാമലയിൽ എന്തിനാടാ പറഞ്ഞത്? അച്ഛന് തീരെ സുഖമില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കണം. പണത്തിന് വേണ്ടി ബീച്ചിൽ കച്ചവടം നടത്തുന്നു. എടാ, ഈ ബീച്ചില് പുതിയതായിട്ട് ആർക്കും കടയിടാൻ പറ്റില്ല. അച്ഛന് സുഖമില്ല അത് ഇതെന്നൊക്കെ പറയുന്നു. എങ്ങനെയെങ്കിലും ജീവിച്ചു പോ. പിള്ളേര് വന്നാല് ദിവസം 100 രൂപ വെച്ച് കൊടുത്തേക്കണം. ആഘോഷങ്ങൾ ഉണ്ടെങ്കിൽ കൂടും. പോടാ, പോയി ബലൂണ് ഊത്. പറ കർണ, ഞാൻ തീർത്തിട്ട് വിളിക്കാം. എന്റെ കല്യാണമാണ് സാറേ. ഏതോ നാട്ടിൽ നിന്നാ മോനെ? ഇവിടെ അടുത്താ. കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. നല്ലത് വരട്ടെ. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. രാജ്യത്ത് പല ദിക്കിലും നടക്കുന്ന പലതരത്തിലുള്ള കള്ളക്കടത്തുകളും പണത്തിന് വേണ്ടി കൂലിപ്പടകളാണ് ചെയ്യുന്നത് എന്ന് തെളിവ് സഹിതം ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഈ കൊട്ടേഷൻ ടീമുകളെ കൺട്രോൾ ചെയ്യാൻ എന്താണ് പരിപാടി? അതിനെക്കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും പറയും. ഈ കൊട്ടേഷൻ ടീം ഇവിടെ ഉള്ളവരാണോ വെളിയിലുള്ളവരാണോ? ഈ ടീമിന്റെ ലീഡർ ആരാണ്? ഇതിനൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാ? ഈ ഗുണ്ടായസത്തിന്റെ ഒക്കെ അവസാനം എപ്പോഴാ? ഇതിന് മറുപടി എന്താണ് പറയാൻ പോകുന്നത്? ഇന്നലെ വൈകിട്ട് നമ്മളുടെ മുഖ്യന്റെ നേതൃത്വത്തിൽ എല്ലാ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ പല കാര്യങ്ങളും തീരുമാനിച്ചു. ആ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റില്ല. ഈ ഗുണ്ടായിസം ഒഴിവാക്കാനായിട്ടൊരു പ്രത്യേക ടീമിനെ നിർമ്മിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് നാട് മുഴുവൻ നടക്കുന്ന ഈ ഗുണ്ടായിസത്തിനെ അടിച്ചമർത്തുമെന്ന് ഉറപ്പ് നൽകുന്നു. എന്താ നാരായണേട്ടാ 3 ചായ ചോദിച്ചിട്ട്? അമ്പലപ്പുഴ നാരായണൻ എന്ന നല്ല പേര് കേട്ടിട്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നത്? ഇഞ്ചി ടീ വേണോ ഏലക്ക ടീ വേണോ? ഇഞ്ചി ടീ ആണെങ്കിലും ഏലക്ക ടീ ആണെങ്കിലും വായിക്ക് രുചിയുണ്ടായാൽ മതിയെന്നേ. ഇഞ്ചി ടീ എടുക്കടാ. എടാ, ഇറക്ക ഒരു സീറ്റ് എടുത്തിട്ട് വാ. കൊള്ളാമല്ലോ നാരായണേട്ടാ, നല്ല കളക്ഷൻ ആണല്ലോ ഇന്ന്. എന്റെ പൊന്നു മക്കളെ, ഒരു കച്ചവടവും ഇല്ല. എല്ലാ ടോക്കണും ഇരിക്കുന്ന കണ്ടില്ലേ? എടാളിയ, നീ ന്യൂസ് വായിച്ചേ. സിനിമാ നടി പ്രേമിച്ചൊളിച്ചോടി കമ്മീഷണർക്ക് പെറ്റീഷൻ പോയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? നമ്മൾ അന്ന് കണ്ട ആ ചേട്ടനില്ലേ, അയാൾക്ക് ഇന്ന് പിറന്നാളാണ്. പോയി കഴിഞ്ഞാൽ നമുക്ക് താർക്കടാ. ചേട്ടൻ കരുണയ്ക്ക് ഞങ്ങളുടെ കാവൽ മാലാക, ഞങ്ങളുടെ കാവൽ മാലാക, നമ്മുടെ ചേട്ടന്, നമ്മുടെ നേതാവ് കരുണ, നമ്മുടെ നേതാവ് കരുണയ്ക്ക്, നമ്മുടെ പ്രിയപ്പെട്ട കരുണയ്ക്ക്, നമ്മുടെ ചേട്ടൻ കരുണയ്ക്ക്. നമ്മുടെ ചേട്ടൻ കരുണയുടെ പിറന്നാൾ ആഘോഷത്തിനായി പല കാര്യങ്ങൾ ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട അനിയന്മാർക്ക് സമ്മാനം നൽകുന്നതാണ്. ചേട്ടന്റെ അഭിമാനം രക്ഷിച്ച നമ്മുടെ ടൗണിൽ വെച്ച് ഒരുത്തനെ ഇല്ലാതാക്കിയ കൊടുങ്കാറ്റ് മോഹൻ അത് നൽകും. നെല്ലിയാമ്പതിയിൽ പല പ്രയാസങ്ങൾ നേരിട്ട് കൊലപാതകങ്ങൾ ചെയ്ത ശിവകുമാരന്, കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നവനെ വെട്ടി നുറുക്കിയ അരുണിന്, നമസ്കാരം ചേട്ടാ. നമസ്കാരം. പറയാനിയാ ഹാപ്പി ബർത്ത്ഡേ പറയാൻ വിളിച്ചതാ. ഹാപ്പി ഹാപ്പി. എന്ത് ചെയ്യാനാ, പിള്ളേർ ഓരോ പരിപാടിയൊക്കെ തുടങ്ങി ഇവിടെ പാർട്ടിയൊക്കെ തുടങ്ങിയേക്കുക. നിങ്ങളത് മിസ് ചെയ്യാൻ പാടില്ല. എല്ലാരും വരണം. ശരി ചേട്ടാ, തീർച്ചയായിട്ടും വരാം. മേഡം എത്തിയല്ലോ. വരണം സാർ, വരണം. നമസ്കാരം മേഡം, ഞാനാണ് അരുൺകുമാർ. ഇദ്ദേഹമാണ് മോളിന്റെ ഓണർ. ഹായ്. പിന്നെ എന്റെ പാർട്ട്ണറാണ്. ഹായ്. വെൽക്കം മാഡം.
ഓക്കേ. Wonderful, wonderful. Priya, താങ്ക് യു. I'm a big fan of yours. Thanks for coming and opening my നിങ്ങളെയൊക്കെ store. കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. Thank you so much. താങ്ക് യു. എവിടെയാടാ ബിൽഡിംഗ് ഓണർ? അയാള് മേളിലുണ്ടാവും. കോടതിയിൽ കേസുണ്ടായിരുന്നു എന്നത് സത്യമാണ്. പക്ഷെ ജഡ്ജ്മെന്റ് ഇപ്പോ ഞങ്ങൾക്ക് അനുകൂലമാണ്. ലീഗൽ പേപ്പേഴ്സ് നോക്കുന്നു. യെസ്. മറ്റൊരു കാര്യം, കരുണയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. അതിനൊക്കെ സിറ്റിയിലുള്ള 7 ലക്ഷം ബിൽഡിംഗ് എന്റെ കൺട്രോളിലുള്ളത്. ഞാൻ അറിയാതെ അത് ആരും വാങ്ങാനും വിൽക്കാനും പാടില്ല. അങ്ങനെ ആരെങ്കിലും വിൽക്കാനോ വാങ്ങാനോ വിചാരിച്ചാൽ ഇവിടെ ഒരുത്തനും ജീവനോടെ പോവില്ല. നിന്റെ സ്വത്തിന്റെ ഇന്നത്തെ വിലയനുസരിച്ച് 25% എനിക്ക് തരണം. എന്തെങ്കിലും അതിക്രമം കാണിക്കണമെന്ന് വിചാരിച്ചാൽ നിന്റെ കഥ ഞാൻ കഴിക്കും. സ്വത്ത് വേണോ ജീവൻ വേണോന്ന് നീ തന്നെ തീരുമാനിക്കുക. ഏയ്, ഇവനൊന്ന് വാച്ച് ചെയ്തേക്ക്. എടാ, ഈ വർഷത്തെ ഇലക്ഷനിലെ മന്ത്രിയുടെ മോനോ MLA മോനോ നിൽക്കുന്നത്. എതിർത്ത് വേറൊരാളുണ്ട്. കാര്യങ്ങൾ ഗുരുതരാവുന്ന തോന്നണേ. അവന്മാർ എന്ത് ചെയ്താലും ശരി, നമ്മൾ അത് എതിർത്ത് ജയിക്കാൻ നോക്കണം. നോമിനേഷൻ തിരിച്ചു വാങ്ങാൻ പറയും. വാങ്ങരുത്. ഇലക്ഷൻ തീരുന്നവരേക്കും ഒറ്റയ്ക്ക് ആരും എങ്ങോട്ടും പോരുത്. എടാ, കർണാടക ആൾക്കാർ സർ, പോലീസ് സ്റ്റേഷൻ? അതെ, പോലീസ് സ്റ്റേഷൻ തന്നെയാ. ഞാൻ മാനന്തവാടി ബീച്ചിൽ നിന്നാണ് സംസാരിക്കുന്നത്. 4 പിള്ളേരെ കുറെ റൗഡികൾ ചേർന്ന് കത്തിയെടുത്ത് കുത്താൻ നോക്കുന്നുണ്ട്. ഒന്ന് പെട്ടെന്ന് വരാൻ പറ്റുമോ സർ? ഞാൻ ആരാ സംസാരിക്കണേ? ഞാൻ ഇവിടെ ബീച്ചിൽ ബലൂൺ കട വെച്ചുകൊണ്ടിരിക്കുകയാണ് സർ. തൽക്കാലം കച്ചവടം നോക്ക്. ഹലോ, എന്താ കാരണം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ കാര്യം? അല്ല, ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ തന്റെ കൺട്രോളിലാണ്. മാനന്തവാടി ബീച്ച് തന്റെ കൺട്രോളല്ലേ? അതൊക്കെ ശരിയാ. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നേ? അത് ഒന്നുമില്ല. കോളേജ് പിള്ളേരെ ബീച്ചിൽ 4 റൗഡികളെ ചേർന്ന് വെട്ടാൻ നോക്കിയതായി ആരോ കണ്ടിരിക്കുന്നു. നമ്മുടെ സ്റ്റേഷനിൽ ഇപ്പോൾ ഫോൺ വന്നിരുന്നേ. വിവരം വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലേ പ്രശ്നം വലുതാവുമല്ലോ. അതുകൊണ്ട് ഇതൊക്കെ നോക്കിയും കണ്ടും വേണം. ഫോൺ ചെയ്തതാരാ? അവിടെ സംഭവിച്ചതൊക്കെ അവിടെ ബലൂൺ കച്ചവടം നടത്തുന്ന ഒരാളെ വിളിച്ചു പറഞ്ഞതേ. എന്ത് ബലൂൺ കടക്കാരനോ? ആരാ ചേട്ടാ ഇവരൊക്കെ? എന്തിനാ ഇവരൊക്കെ മുട്ടൂത്തി നിൽക്കുന്നത്? ഏതോ ഒരുത്തൻ എന്നെ ഒറ്റയേക്കുന്നു. ആരാന്ന് കണ്ടുപിടിക്കണം. എന്താ ഈ പിള്ളേരുടെ കാര്യം? ക്യാമറ റെഡിയല്ലേ? ഫോട്ടോ എടുക്കാം. അങ്ങനെ എടുക്ക്. അത് കൊള്ളാം. ഇനി ഞാനും കൂടി ഒന്ന് നിൽക്കട്ടെ. റെയിൽവേ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനിലും തിയേറ്ററിലും ബസ് സ്റ്റാൻഡിലും വലിയ പോസ്റ്ററുകൾ എല്ലാരും ഒന്ന് കാണട്ടെ. എന്നാ ശരി, ഓക്കെ. എന്താടാ ആരാടാ ഫോൺ ചെയ്തത്? മര്യാദക്ക് ചോദിച്ചാ പറയില്ലല്ലേ? ആരാടാ പറഞ്ഞ? ചോദിക്കുന്ന കേട്ടില്ലേ? ഞാനാണ് വിളിച്ചു പറഞ്ഞത്. നീയാണോടാ പോലീസിന് ഫോൺ ചെയ്ത് പറഞ്ഞത്? ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്ന കാണത്തില്ലേ? ആണുങ്ങളുള്ളപ്പോ പെണ്ണുങ്ങൾ ഇടപെടണ്ട. മൂശാരി ഉണ്ടാക്കുന്ന കത്തി ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളെ കുത്തിയാലേ ഇറങ്ങും. ജീവൻ പോയ വരുവാ മനുഷ്യ. എനിക്ക് ജീവൻ അവരത് ജീവൻ. നിന്നെ എന്താ ചെയ്യേണ്ടെന്നറിയോ? നിന്റെ നാടെവിടെയാ? തിരുവല്ലാമലയാണ്. അച്ഛൻ ആശുപത്രിയിലാണത്രേ. ഞാനാ കടയിട്ടോളം പറഞ്ഞത്. അറിയാത്തവന്മാരെയൊക്കെ കടയിടാൻ സമ്മതിക്കരുന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ല എന്താ പറ്റിയത്? നിങ്ങളുടെ ആൾക്കാരെന്ന് എനിക്ക് അറിഞ്ഞില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ടാവില്ല. ചെയ്ത് നോക്കടാ, ചെയ്യടാ. ചോളം വെക്കുന്ന അമ്മച്ചിയും പറഞ്ഞതാ ഇവന്റെ തന്ത ശരിക്കും ആശുപത്രിയിലാണെന്ന്. ഡാ, ഇനി നിന്നെ ആ പരിസരത്തെങ്ങാനും കണ്ട വെട്ടി നുറുക്കികളയും. പോടാ, ഓടിപ്പോടാ. ആരെയും വിശ്വസിക്കല്ലേ കേട്ടാ. നീ പോടി. ചന്ദ്രശേഖർ, വെരി സിൻസിയർ ഓഫീസർ സർ.
അദ്ദേഹം ചെയ്ത ഒരു ഓപ്പറേഷനും ഫെയിൽ ആയിട്ടില്ല. കാശിനൊരിക്കലും ആഗ്രഹിക്കാത്ത ഒരാൾ. അവരെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ ഫയലിലുണ്ട്. റെക്കോർഡ്സ് ആർ വെരി ക്ലീൻ. ഓ, ഫസ്റ്റ് പോസ്റ്റിംഗ് അറ്റ് കൊച്ചി. യെസ് സർ. അപ്പൊ താങ്കളായിരുന്നു അവിടെ റൂറൽ എസ് പി? അതെ സർ. ഗുഡ് ചോയ്സ് സർ. താങ്ക് യു സർ. ഈ ഫയലിൽ കർണയെ കുറിച്ചുള്ള എല്ലാ സോറി സർ, ആ റിപ്പോർട്ടിൽ കർണനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവാൻ സാധ്യതയില്ല. അതുള്ളതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല. താങ്കൾ ഉദ്ദേശിക്കുന്ന ബ്ലാക്ക് ഗവൺമെന്റ്? യെസ് സർ. വലിയ വലിയ മുതലാളികൾ, രാഷ്ട്രീയക്കാർ, സിനിമാക്കാർ, റിയൽ എസ്റ്റേറ്റ്, ഇവരോടൊപ്പം കർണയ്ക്ക് നല്ല ബന്ധമുണ്ട്. ഇൻഫാക്ട് കൊല ചെയ്ത് നല്ല വരുമാനം കിട്ടുന്ന ഒരു തൊഴിലായി മാറ്റിയത് ഇവൻ തന്നെയാ. അവനെ ഫോളോ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് അവന്റെ നെറ്റ്വർക്കിലാണ് ഈ നാട്ടിൽ നടക്കുന്ന സകല കൊലയ്ക്കും കൊള്ളയ്ക്കും കാരണം. ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് സുഹൃത്തിനു വേണ്ടി ഇവിടെ കൊല നടന്നിട്ടുണ്ട്. തിരുവല്ലാമലയും തൃശ്ശൂരും ജാതിക്ക് വേണ്ടി കൊല ചെയ്തിട്ടുണ്ട്. തിരൂർ റൗഡിസത്തിന് വേണ്ടി കൊല ചെയ്തു. കോട്ടയത്തിൽ തൊഴിലിന് വേണ്ടി കൊല ചെയ്തു. കായംകുളത്ത് രാഷ്ട്രീയത്തിന് വേണ്ടി കൊല ചെയ്തു. കൊച്ചിയിൽ മാത്രമേ പണത്തിന് വേണ്ടി കൊല ചെയ്തിട്ടുള്ളൂ. ഇന്നത് വൈറസ് പോലെ നാട്ടിൽ മുഴുവൻ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കർണയാണ്. കർണയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവൻ കടലിൽ ചെന്ന് ഒളിഞ്ഞിരിക്കും. പ്രശ്നം തീർന്നതും കടൽ വിട്ട് അവൻ പുറത്തേക്ക് വരും. സോ കർണൻ മാത്രമല്ല, അവന്റെ മൊത്തം നെറ്റ്വർക്കും തൂത്തുവാരണം. അതിനെനിക്ക് സ്വാതന്ത്ര്യം വേണം. തീർച്ചയായിട്ടും. താങ്ക് യു സർ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ചില ഓഫീസേഴ്സ് എനിക്ക് വിശ്വാസമില്ല. എന്റെ ടീമിനെ ഞാൻ തന്നെ തെരഞ്ഞെടുത്തോളാം. ഒരാഴ്ചക്കുള്ളിൽ സാറിന് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ സബ്മിറ്റ് ചെയ്യാം. Chandrasekhar, സർ. the CM is very sensible about this issue. Don't bother about anybody. There won't be any interference in this issue. At any time, you can call me on the hotline, okay? I am Chandrasekhar, Inspector. ഗുണശേഖരൻ, റൈറ്റർ സർ. Shanmugam, Constable. ഗോപാലൻ കോൺസ്റ്റബിൾ. പരമശിവൻ കോൺസ്റ്റബിൾ. ഹൃദയരാജ് കോൺസ്റ്റബിൾ. ചിത്ര SI സർ. ഇന്ന് വരെ നിങ്ങൾ ഈ സ്റ്റേഷൻ എങ്ങനെ കൊണ്ടു നടന്നു എനിക്കറിയില്ല. പക്ഷേ പോലീസായി എങ്ങനെ വേണമെന്ന് നിയതിയുണ്ട്. അത് ഞാൻ സിൻസിയറായിട്ട് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്റെ കൂടെ ഇരിക്കാം. അല്ലെങ്കിൽ ഞാൻ ഈ സ്റ്റേഷനിലുള്ള കാലം വരെ നിങ്ങൾക്ക് മെഡിക്കൽ ലീവ് എടുത്ത് വീട്ടിൽ പോയിരിക്കാം. ഓക്കെ റൈറ്റർ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം സർ. FIR രജിസ്റ്റർ, FIR ബുക്ക്, കറന്റ് രജിസ്റ്റർ, പ്രോഗ്രസ് രജിസ്റ്റർ, ഓഫീസ് രജിസ്റ്റർ, കൺവിക്ട് രജിസ്റ്റർ, കൺവിക്ട് മെമ്മറാൻഡം ആൻഡ് കൺവിക്ട് അബ്സ്ട്രാക്ട് 2. ഈ സ്റ്റേഷന്റെ ക്രൈം ചാർട്ട്, ഈ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് എത്രയും പെട്ടെന്ന് വേണം. നാളെ രാവിലെ എല്ലാം തരാം സർ. എന്തേ, ഇവിടെ ഫയലൊന്നും ഇല്ലേ? ഫയലെല്ലാം ഇവിടെ ഉണ്ട് സർ. അതെല്ലാം പൊടി തട്ടിയൊന്നും എടുക്കണം. എനിക്ക് കുറച്ച് സമയം വേണം സർ. നിങ്ങളെപ്പോലുള്ള പോലീസ് ഓഫീസേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളതുകൊണ്ടാണ് പൊതുമക്കൾ പോലീസിനെ പുച്ഛിക്കുന്നത്. വർഷം തോറും ഫിസിക്കൽ ടെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പകുതി പേര് വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും. പോകണം, ചോദിച്ച ഫയൽസൊക്കെ കൊണ്ടുവരണം. യെസ് സർ. ആൽബൻ, ഓൾ ദ ബെസ്റ്റ്. നോ പ്ലീസ്. സത്യസന്ധനായ പോലീസുകാരൻ ആരും കാലിൽ വീഴരുത്. വിഷ് യു ബോത്ത് എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്. ഇരിക്കടാ. മന്ത്രി ആഗ്രഹിച്ചത് കൊടുത്തിട്ട് പോണ്ടേ? ഇത് ഞങ്ങളുടെ പരമ്പര സ്വത്താണ്. അതല്ലേ പണം തരാന്ന് പറഞ്ഞേ. 200 കോടിയുടെ വിലയുള്ള സ്ഥലത്ത് നിങ്ങൾ വെറും 2 കോടിയല്ലേ തരുന്നത്? അത് ഗവൺമെന്റിന്റെ വില, ഇത് കർണയുടെ വില. ചുമ്മാ നോക്കി പേടിപ്പിക്കല്ലേ. ഞാൻ കമ്മീഷണറെ പോയി കണ്ടോളാം. ഇരിക്കട അവിടെ. സംസാരിച്ചോണ്ടിരിക്കുമ്പോ എഴുന്നേക്കുന്നു. കാരണേക്കാൾ കമ്മീഷനാണോ വലിയ ആള്? കത്തിക്ക് അറിയോടാ കമ്മീഷണർ ആയിരുന്നു. നീ എന്നെ കൊന്നാലും ശരി, എന്റെ പരമ്പര സ്വത്താണ്, ഞാൻ തരില്ല. സ്വത്താണോ ജീവനാണോ നിനക്ക് വേണ്ടത്? സാറേ, സ്വത്ത് ആഗ്രഹിച്ചവനെ ഞാൻ മുകളിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പറഞ്ഞ പോലെ എനിക്ക് തരാനുള്ളത് നിങ്ങൾ കൊടുത്തു വിട്ടേക്ക്. നല്ല കളക്ഷൻ ആണെന്ന് തോന്നുന്നു. ഈ കാശൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കും? ഇതിന്റെ പകുതിയോടെ നിങ്ങളുടെ അപ്പന്മാർക്കാ പോകുന്നത്. അതിന്റെ പാതി പിന്നെ ഞങ്ങളല്ലേ എടുക്കുന്നത്. അരുണേ,
പുതുതായി വന്ന ഇൻസ്പെക്ടറാ. ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടും നമ്മൾ പറയുന്ന കാര്യമൊക്കെ ഈ ഇൻസ്പെക്ടർ സാധിച്ചു തരുമോ? അയാള് നീ വിചാരിക്കണ വല്ല ആളല്ല നാരായണ. കുറച്ചാള് നീ നിന്റെ ഓഫീസ് മൂടേണ്ടി വരും കേട്ടാ. താൻ എന്തോന്നായി പറയുന്നേ? ഞങ്ങൾ കാണാത്ത ഇൻസ്പെക്ടറാണോ? പല ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ എനിക്കറിയാവടോ. പുതിയതായി ചാർജ് എടുത്ത് വരുന്നവന്മാരൊക്കെ എങ്ങനെയാടോ? ഒരാഴ്ച കഴിയട്ടെ, എല്ലാം ശരിയാകും. പണം കുറച്ച് കൂടുതൽ ചോദിക്കുമായിരിക്കും. ഈ നാരായണന്റെ കളി കണ്ടോ? നാരായണ വെറുതെ മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കണ്ട. പുള്ളിയാണ് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ചന്ദ്രശേഖർ. ഇവിടെ ആരെ എൻകൗണ്ടർ ചെയ്യാൻ വന്നിരിക്കും ദൈവത്തിന് മാത്രം അറിയാം. എന്താടാ ഇവനീ പറയുന്നത്? എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റോ? അപ്പൊ കുറച്ച് ദിവസം കട അടച്ചിടേണ്ടി വരും. എന്തോ നടാ ഇത്? ഇവിടെ ഉള്ള പണം കാണുന്നില്ലല്ലോ. ഇവിടെ തുടങ്ങിയോ നിന്റെ മോഷണം? ഒരു മിനിറ്റ് ചേട്ടാ, ഹെഡ് കോൺസ്റ്റബിളിന്റെ മകനാ. ആ പറയാനിയാ. ചേട്ടാ, ഒരു കാര്യം പറയാനാ വിളിച്ചത്. അന്ന് നിങ്ങള് ബലൂൺ വെക്കുന്ന ആൾക്കാരെയൊക്കെ മുട്ടൂത്തി നിർത്തി അടിച്ചില്ലായിരുന്നോ? അതിനകത്ത് ഒരാള് പോലീസുകാരനാണെന്നാ തോന്നുന്നത്. അന്ന് നമ്മൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തില്ലേ? ആ ഫോട്ടോയിൽ നമ്മുടെ പിന്നാലെ അവന് നിപ്പുണ്ടായിരുന്നു. ഇന്ന് അതേ ആള് പോലീസ് ജീപ്പിലും. പുള്ളിക്കാരൻ പുതിയതായിട്ട് വന്ന എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പോലും. ഇവൻ പറയുന്നത് സത്യമാണോ? ശരി, ഞാൻ വെക്കാണേ. ഏയ്, എന്താടാ ഇത്? നമ്മുടെ ബീച്ചിൽ നമ്മളറിയാതെ ഒരു പോലീസുകാരൻ റൗണ്ട് അടിക്കുന്നു. എന്താടാ ഇതൊക്കെ? ഹായ് ഗൈസ്. It's a highly confidential assignment. DGP, Intelligence IG, Commissioner, Additional Commissioner, Joint Commissioner. ഇവരല്ലാതെ ഈ ഡിപ്പാർട്ട്മെന്റ് വേറെ ആർക്കും അറിയില്ല. We have to be success in this. I'm sorry, Mr. Alvin. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയുള്ള നിങ്ങളെ ഡ്യൂട്ടിക്ക് തിരിച്ചു വിളിക്കേണ്ടി വന്നു. I know your talent. That's why I need you. താങ്ക് യു സർ. Alvin, good job. യെസ് സർ. മട്ടാഞ്ചേരിയിലുള്ള ഓരോ വീടുകളും കർണാടക കൺട്രോളാണ്. നമ്മൾ ഏത് ഭാഗത്ത് എൻ്റർ ആയാലും ആര് നമ്മളെ വാച്ച് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. അകത്ത് കയറിയതും നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യണം. 5 മിനിറ്റ് മാത്രം. 299 സെക്കൻഡിൽ നമ്മൾ ഫയർ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടത് 3 കാര്യം. ആദ്യം അകത്ത് കയറുക, കർണയുടെ വീട്, ആൻഡ് ദെൻ എൻകൗണ്ടർ. ഓക്കെ? ഫോൺ വീട്ടിൽ നിന്നാണോ? അതെ സർ. തൻ്റെ സ്ഥിതി പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. പോലീസുകാരെ പണി ഇങ്ങനെയാണെന്ന് പോകുന്നതോടെ അവർക്ക് തന്നെ മനസ്സിലാകും. പേടിക്കാനൊന്നുമില്ല, പറയാം. തന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ചെല്ല്, സംസാരിക്കേ. നീ കഴിച്ചോ? ഞാനൊരു അത്യാവശ്യം മീറ്റിങ്ങിലാണ്. ഞാൻ പിന്നെ വിളിക്കാം. നിന്നോടെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. ഓക്കെ, ബൈ. വെളുപ്പിന് 3 മണിക്ക് തന്നെ സ്പോട്ടിലുണ്ടാവണം. സർവൈലൻസ് റിപ്പോർട്ട് നിങ്ങളുടെയാണ്. കുറച്ച് മുമ്പ് തന്നെ നിങ്ങൾ സ്പോട്ടിലുണ്ടാവണം. നിങ്ങളുടെ ഈ സെൽഫോൺ ഉപയോഗിക്കേണ്ട. ഈ ഫോണിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ സർ. ബി അലേർട്ട്. വേഴ്സ് യു ഗൺ? ഗുഡ്, ഗോ. ഇതാ ഈ മുതൽ ഈ നമ്പറിലാണ് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത്. ഓക്കെ? പറയൂ ആൽവിൻ. ബി കെയർഫുൾ. സർ, ആൽവിൻ സുധൻ ഓവർ. ആൽവിൻ സുധൻ ഓവർ. പറയൂ ആൽവിൻ. ഇവിടെ ഒത്തിരി ആളുകളുണ്ട് സാർ. ഇത് നമുക്ക് പറ്റിയ അവസരമല്ല സാർ. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഓവർ. നിങ്ങൾ തമ്മിൽ എത്ര ദൂരമുണ്ട്? അപ്രോക്സിമേറ്റ്ലി 100 മീറ്റർ ഉണ്ടാവും സാർ. നോട്ട് സേഫ്. ഒരു 200 മീറ്ററെങ്കിലും ദൂരം ഉണ്ടായിരിക്കണം. ഓക്കെ സാർ.
പിന്നെ വിളിക്കൂ. ആൽവൻ സർ. പറയണം. സാർ, ഇപ്പോൾ ഇവിടെ ആളുകൾ കുറവാണ്. കർണയും അവൻ്റെ അനിയൻ ടെക്ലസും വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ വരുവാണെങ്കിൽ നമ്മുടെ പ്ലാനിങ് നടക്കും സാർ. ഷുവർ. ഓവർ. ഓക്കെ ആൽവൻ, ഞങ്ങൾ വരാം. ഓക്കെ സാർ. Where's your gun? Check your bullets. Already loaded, sir. Okay, let's move. I'm sorry, Mr. Alvin. കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയുള്ള നിങ്ങളെ ഡ്യൂട്ടിക്ക് തിരിച്ചു വിളിക്കേണ്ടി വന്നു. I know your talent. That's why I need you. സാറേ, ആ കർണയെ സംസാരിക്കുന്നേ. ആ പറ കർണ. എന്താ പറയേണ്ടത്? നാട് കൊള്ളയടിക്കുന്ന മന്ത്രിമാർക്കും MLA-മാർക്കും ഒക്കെ എന്നെ വേണം. കൊല ചെയ്യാനും വെട്ടാനും ഒക്കെ ഈ കർണയെ നിങ്ങൾക്ക് വേണം. പദവി കിട്ടിയുടൻ നിങ്ങൾ എന്നെ ബലി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കല്ലേ? ഞാനെങ്ങാനും കോർട്ടിൽ ഹാജരായി നിങ്ങൾക്കെതിരെ പറഞ്ഞാലുണ്ടല്ലോ. ഒരാഴ്ചയിലെ കഴിയുമെന്റെ കഥ. മുഖ്യന്റെ ഓർഡറാ. ഇതൊന്നും അറിയാണ്ട് വാചകടിക്ക് ഈ അസൈൻമെന്റിനെ പറ്റിയുള്ള ന്യൂസ് എങ്ങനെ പുറത്തുപോയി? സർ, അത് പിന്നെ ഇതെനിക്ക് സ്വീകാര്യമല്ല. നിങ്ങളുടെ ടീമിൽ ആരെങ്കിലും ഇൻഫോം ചെയ്തിട്ടുണ്ടാവും? നോ സർ, എൻ്റെ ടീമിന് ഒരു കുഴപ്പമില്ല. എനിക്കൊരു നല്ല സുപ്പീരിയർ ഇല്ലാതെയായി. ഈ പരാജയത്തിന് ഞാൻ തന്നെ ഉത്തരവാദിത്തം എടുക്കുന്നു. എൻ്റെ പോലീസ് ജീവിതത്തിൽ ആദ്യത്തെ പരാജയം.
ആൽവിൻ ഷുഡൻ. പന്ത്രണ്ട് മണിക്ക് രാത്രി സ്റ്റേഷനിൽ പുറത്തേക്ക് പോയി. രാവിലെ 3 മണിക്ക് എൻകൗണ്ടർ മിസ്സായി. എങ്ങനെ? ആ കർണയ്ക്ക് എങ്ങനെ ന്യൂസ് പോയി? ഞാൻ ഇൻസ്പെക്ടർ ശേഖര സംസാരിക്കുന്നത്. 9600010060. ഈ നമ്പറിലേക്ക് 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി മുതൽ 21-ാം തീയതി രാവിലെ 3 മണി വരെ വന്നിട്ടുള്ള ഫോൺ കോൾസ് ഡീറ്റെയിൽസ് എനിക്ക് പെട്ടെന്ന് വേണം. അനിയ കർണന സംസാരിക്കാം. നിന്റെ സ്ട്രൈക്കർ എടുത്ത് കളിക്കും. നീ അടയെ ചേട്ടനെ രക്ഷപ്പെടുത്തിയത് നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവര് ഈ ചേട്ടനെ കൊന്നേനടാ. നീ എന്റെ ജീവനടാ. അതിലും മുകളില നിന്റെ സ്ഥാനം. നിനക്ക് എന്താ വേണ്ടെന്ന് പറയടാ. നിനക്ക് ഞാനുണ്ടാ. എന്താ ചേട്ടാ ഇത്? ഇതൊക്കെ വലിയ കാര്യമാണോ? ഇവനെ പൊക്ക്. പന്ത്രണ്ട് 1 ഞാൻ സ്റ്റേഷൻ വിട്ട് പുറത്ത് പോകുന്നു. 12:03 നീ കർണയ്ക്ക് ഫോൺ ചെയ്യുന്നു. അവന്റെ പേഴ്സണൽ നമ്പറിലേക്ക് നിന്റെ ഫോണിന് കോൾ പോയിട്ടുണ്ട്. ഞാൻ അവനെ എൻകൗണ്ടർ ചെയ്യാൻ പോകുന്നത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ ഫോണൊന്നും ചെയ്തില്ല. അപ്പൊ നിന്റെ ഫോണിൽ സംസാരിച്ച ആരാണ്? എന്റെ ഫോൺസ് എല്ലാം റെക്കോർഡറാണ്. ഒന്ന് കേട്ട് നോക്ക് സാറേ. ചേട്ടാ ഒരു കാര്യം പറയാനാ വിളിച്ചത്. അന്ന് നിങ്ങള് ബലൂൺ വെക്കുന്ന ആൾക്കാരെയൊക്കെ മുട്ടൂത്തി നിർത്തി അടിച്ചില്ലായിരുന്നോ? അതിനകത്ത് ഒരാൾ പോലീസുകാരനാണെന്നാ തോന്നുന്നത്. ആരാണി അരുൺ? അതാ ഹെഡ് കോൺസ്റ്റബിളിന്റെ മോനാ സാറേ. ഞാൻ ചെയ്യുന്ന ഓപ്പറേഷൻ നീ എനിക്ക് സഹായിക്കണം. അല്ലെങ്കിൽ ആ റൗഡികളോടൊപ്പം നിന്റെ കഥ ഞാൻ തീർക്കും. സാർ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം സാറേ. സർ, താങ്കളുടെ ഈ ഓപ്പറേഷനൊക്കെ ഞാൻ ഫുള്ളായിട്ട് കോപ്പറേറ്റ് ചെയ്യാം. പക്ഷേ ഈ കാര്യം മാത്രം പുറത്താരോടും പറയരുത്. ഡിപ്പാർട്ട്മെന്റിന് ഒരു ന്യൂസും പുറത്തേക്ക് പോയില്ല. ആ ഉറപ്പ് മതി സർ. സർ, വേറൊരു കാര്യമുണ്ട്. ഈ കർണ രക്ഷപ്പെടാൻ പാടില്ല കേട്ടോ. അത് ഞാൻ നോക്കിക്കോളാം. ഈ നാട്ടില് എനിക്ക് നിങ്ങളെ അല്ലാതെ മറ്റാരെയും അറിയില്ല. അത് പിന്നെ എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. എന്താ? അല്ല ഒന്നില്ല പറയൂ. ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ ആ ട്രേഡ് സെന്റർ അഗ്രിമെന്റ്? അതെ പറഞ്ഞിരുന്നു. അത് ഈ വീക്കെൻഡിൽ സൈൻ ചെയ്യണം. അതിനെന്താ ചെയ്യാലോ. 25 lakhs ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇതിന് ഞാൻ എന്ത് ചെയ്യാനാ? 25 ലക്ഷം രൂപയല്ലേ? അതിനെന്താ, അതൊക്കെ നമുക്ക് ചെയ്യാന്നേ. അല്ല നിങ്ങൾ എന്നെ കാണണമെന്ന് പറഞ്ഞ സത്യമൊക്കെ തന്നെയാ? അല്ല ഇതൊക്കെ സംസാരിക്കാൻ ഇങ്ങനെ നേരിട്ട് കാണണമെന്നുണ്ടോ? 25 ലക്ഷം രൂപ റെഡിയാക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ റെഡിയാക്കില്ല. അത് ഫോണിൽ പറഞ്ഞാ പോരായിരുന്നോ? ഇതിനിപ്പോ നേരിട്ട് വന്ന് വെറുതെ. അത് മാത്രമല്ല, നിങ്ങളെ കാണണമെന്ന് തോന്നി. ഓ അങ്ങനെ ഒരു കാര്യമുണ്ടോ? അപ്പൊ ശരി. ഈ ഈവന്റ് സക്സസ്ഫുൾ ആയിട്ട് അവസാനിച്ചെങ്കിൽ നമ്മുടെ ലൈഫ് സെറ്റിൽ ആവില്ലേ?